വെൽക്കം ടു KNT ഫിസിക്സ് അക്കാഡമി. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് KTET കാറ്റഗറി 3 മാത്തമാറ്റിക്സ് ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സുകളാണ്. ആർക്കെങ്കിലും ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ +91 79 94 97 14 19 എന്ന് പറയുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. കോഴ്സ് ഫീസ് എന്ന് പറയുന്നത് 10K ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ട്രിഗണോമെട്രിയുമായി ബന്ധപ്പെട്ട് വരുന്ന ബേസിക് ആയിട്ടുള്ള കുറച്ച് പോയിന്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുള്ള ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ആ ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ പ്രകാരം നമുക്ക് എന്താ തന്നേക്കണത്, M കോട്ട് A എന്ന് പറയുകയാണെങ്കിൽ അത് N ആണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇക്വേഷൻ പ്രകാരം നമുക്ക് എന്ത് കണ്ടെത്തണം, M sin A മൈനസ് N cos A ബൈ N cos A പ്ലസ് M sin A അതിൻ്റെ വാല്യൂ എത്രയാണ് എന്നുള്ളതാണ് കണ്ടെത്തേണ്ടത്. അപ്പം നമുക്ക് തന്നിട്ടുള്ളത് ഇപ്പോൾ എന്താണ്, M കോട്ട് A ഈക്വൽ ടു N എന്നാണ് തന്നിട്ടുള്ളത് അല്ലേ. ഇതിനെ നമുക്കൊന്ന് മോഡിഫൈ ചെയ്യാം. ഞാൻ ഇവിടെ M എന്ന് എഴുതുന്നു. കോട്ട് എന്ന് പറയുകയാണെങ്കിൽ അത് എന്തിന് ഈക്വലൻ്റ് ആണ്, ടാൻ എക്ക് ഈക്വലൻ്റ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ M1 ടാൻ എ ഈക്വൽ ടു N എന്ന് പറയാം. ക്ലിയർ ആയല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നും നമുക്ക് എന്ത് കണ്ടെത്താനായിട്ട് പറ്റും, ടാൻ എ കണ്ടെത്താനായിട്ട് പറ്റും. ടാൻ എ ഈക്വൽ ടു M/N എന്നുള്ള ഒരു പോയിന്റിലേക്ക് നമുക്കിതിനെ എത്തിക്കാനായിട്ട് പറ്റും. ഇതാണ് നമ്മുടെ ഇക്വേഷനിലെ ആദ്യത്തെ ഒരു ടേം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം നമുക്കൊന്ന് നോക്കാം. ക്വസ്റ്റ്യനിൽ നോക്കുക, തന്നേക്കണം എന്താണ്, M sin A മൈനസ് N cos A ഹോൾ ഡിവൈഡഡ് ബൈ എന്താ തന്നേക്കണം നോക്കുക, N cos A പ്ലസ് M sin A എന്നാണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഈ സൈനെ കോസെ സൈന ഇതിനെല്ലാം നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് റീഅറേഞ്ച് ചെയ്ത് നമുക്ക് എഴുതണം. അപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ്റെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമ്മൾ എന്ത് ചെയ്യണം, കോസ് എ എന്ന് പറയുന്ന ടേം ഉപയോഗിച്ചുകൊണ്ട് ത്രൂ ഔട്ട് എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ അപ്പോൾ ഇവിടെ എന്താണ് വരിക, N സൈൻ എ ഡിവൈഡഡ് ബൈ കോസ് എ മൈനസ് N കോസ് എ divided by cos A whole divided by N cos A divided by cos A plus M sin A divided by cos A എന്ന ഫോർമാറ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ ഇക്വേഷനെ കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഞാനിവിടെ ചെയ്തിട്ടുള്ളത് എല്ലാ ടേംസിനെയും എന്ത് ചെയ്തേക്കാണ്, കോസ് എ എന്ന് പറയുന്ന ടേം ഉപയോഗിച്ചുകൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഇവിടുത്തെ കോസെ എന്ന് പറയുമ്പോൾ 1 ആയിട്ട് മാറും. ഇവിടുത്തെ കോസെ എന്ന് പറയുമ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നതും എന്തായിട്ട് മാറുകയാണ് ചെയ്യുക, 1 ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. ഓക്കെ, സോ അങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ സൈനെ കോസെ എന്ന് പറഞ്ഞാൽ എന്തായിട്ട് മാറുകയാണ് ചെയ്യുന്നത്, അത് ടാൻ എ എന്നായിട്ട് മാറും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് M ടാൻ എ മൈനസ് N ഡിവൈഡഡ് ബൈ N പ്ലസ് M ടാൻ എ എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് നമ്മുടെ എക്സ്പ്രഷൻ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ചേഞ്ച് ചെയ്യിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. കിട്ടിയല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു ടാൻ എ എന്ന് പറയുകയാണെങ്കിൽ നമുക്കിവിടെ നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു ടാൻ എ എന്ന് പറഞ്ഞാൽ അതെന്താണ്, M/N ആണ് എന്നുള്ളത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ടാനയുടെ സ്ഥാനത്ത് M/N സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്തായിട്ട് മാറും, M ഇൻറ്റു M/N മൈനസ് N ഓൾ ഡിവൈഡഡ് ബൈ N പ്ലസ് M ഇൻറ്റു M/N എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് നമ്മുടെ എക്സ്പ്രഷൻ എന്ത് ചെയ്യുന്നു, ചേഞ്ച് ചെയ്യപ്പെടുകയാണ്. റീഅറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് വരും, M² മൈനസ് N² ഡിവൈഡഡ് ബൈ M² പ്ലസ് N² എന്ന് പറയുന്ന റിസൾട്ടിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കുകയാണ് ചെയ്യുന്നത്.
ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ്. പ്രീവിയസ് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടിയാണ്. ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഇനി നമുക്കിതിൽ വരുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് തന്നിട്ടുള്ള ടേം അതെന്താണ് എന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്കത് നോക്കാം. സോ ദ എൽ എച്ച് എസ് ഈസ് ഈക്വൽ ടു, നമുക്കിവിടെ എന്ത് പറയാൻ പറ്റും, കോസി സ്ക്വയർ തീറ്റ മൈനസ് എന്തെന്ന് പറയാൻ പറ്റും, കോസ് സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ നമുക്ക് എന്ത് പറയാൻ പറ്റും, കോട്ട് സ്ക്വയർ തീറ്റ എന്ന് പറയാം. ഇതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, റീഅറേഞ്ച് ചെയ്യാണ്. അപ്പോൾ 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ മൈനസ് എന്ത് വരുന്നു, കോസ് സ്ക്വയർ തീറ്റ ഹോൾ ഡിവൈഡഡ് ബൈ എന്താണ് വരിക, കോസ് സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ എന്താണ് വരിക, സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്ന ഫോർമാറ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ എക്സ്പ്രഷനെ നമുക്ക് ചേഞ്ച് ചെയ്യിപ്പിക്കുവാനായിട്ട് സാധിക്കും. ഒന്നുമില്ല, ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് നമ്മളിവിടെ നേരിട്ട് അപ്ലൈ ചെയ്തേക്കാണ്. ഇനി ഇതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്, റീഅറേഞ്ച് ചെയ്യാണ്. അപ്പോൾ ഇവിടെ 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ പിന്നെന്താണ് വരിക, സൈൻ സ്ക്വയർ തീറ്റ ഹോൾ ഡിവൈഡഡ് ബൈ എന്താണ് വരിക, സൈൻ സ്ക്വയർ തീറ്റ ദെൻ ഹോൾ ഡിവൈഡഡ് ബൈ എന്താണ് വരിക, കോസ് സ്ക്വയർ തീറ്റ ബൈ നമുക്ക് എന്ത് പറയാൻ പറ്റും, സൈൻ സ്ക്വയർ തീറ്റ എന്ന് നമുക്കിവിടെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനെ വീണ്ടും നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്യാം. അതിന് ഞാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടെക്നോളജി നമുക്കിവിടെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്രകാരം 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ സൈൻ സ്ക്വയർ തീറ്റ ദെൻ ഹോൾ ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ തീറ്റ എന്നെനിക്ക് എഴുതാൻ പറ്റും. ഇതിനെ മോഡിഫൈ ചെയ്യുമ്പോൾ 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ സൈൻ സ്ക്വയർ തീറ്റ ഹോൾ ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ തീറ്റ ദാറ്റ്സ് ഈക്വൽ ടു